പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. കഴിഞ്ഞ 50 ദിവസങ്ങളല്ലേ ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ഈ ദിവസത്തിൽ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഒരു ബ്ലെസ്സിങ് ആയി, ഒരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. നോക്കിയേ, ശരിക്കും ഇനിയാണ് നമുക്ക് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വരും ദിവസങ്ങളിൽ എന്തെന്നില്ലാത്തൊരു അലസതയൊക്കെ നമ്മൾ പിടികൂടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ഉപേക്ഷിച്ച തഴക്കദോഷങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കിയ കുറേ നന്മകളുണ്ടായിരിക്കും. ഒരു സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾ, നമ്മൾ അനുദിന ബലിയർപ്പണം, അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയതാണ്. അപ്പോൾ അത് ഉപേക്ഷിക്കാനായിട്ടുള്ള ഒരു ക്ഷണം പിശാചിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മൾ അത് അതിജീവിക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വിശ്വാസ ജീവിതം നമ്മൾ നയിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അത് സങ്കീർത്തന പുസ്തകം 17:14 ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. ഈ ജീവിതം മാത്രമുള്ളൂ, ഈ ലോകത്തിലെ ജീവിതം മാത്രമുള്ളൂ എന്ന് കരുതുന്ന അനേകരുടെ മധ്യയാണ് പ്രിയ സഹോദരങ്ങളെ ദാവീദ് പ്രാർത്ഥിക്കേണ്ടത് പോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം. അതായത് ഈ ലോകത്തിന് വേണ്ടി, സ്നേഹ പറഞ്ഞില്ലേ, ഈ ലോകത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഹതഭാഗ്യവാന്മാർ. യേശുവിൻ്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം, സഹോദരങ്ങളെ, ഈ ലോകത്തിനപ്പുറത്ത് എനിക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ശരി ഇതൊരു പരിശുദ്ധാത്മാവ് നൽകേണ്ട ബോധ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം അനേകം അഭിഷിക്തരിൽ നിന്ന്, സമർപ്പിതരിൽ നിന്ന്, ദൈവജനത്തിൽ നിന്ന് പിശാച് എടുത്തു മാറ്റി, അനേകരിൽ നിന്ന് എടുത്തു മാറ്റി പ്രിയ സഹോദരങ്ങൾ. അതുകൊണ്ടാണ് ശരിക്കും ഈ ലോകത്തിൻ്റെ സ്പിരിറ്റ്, ലൗകായികത്വത്തിൻ്റെ സ്പിരിറ്റ് അതിശക്തമായ വിധത്തിൽ ഇന്ന് ഈ ലോകത്തിലുണ്ട്. നമുക്ക് ഈ ഒരു സ്പിരിറ്റിനെ നമുക്ക് അതിജീവിക്കാതെ ഒരിക്കലും ഈശോയുടെ വചനം, ഈശോ ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഉയർപ്പ് തിരുനാൾ ദിവസം ഈ വീഡിയോ ഒക്കെ ഒരു 4-5 പേർക്ക് ഷെയർ ചെയ്തേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഉദ്ധിതൻ്റെ സന്തോഷം, ഞങ്ങൾ പല വിധത്തിൽ ഞങ്ങൾ ശരിക്കും കല്ലറയിൽ അടക്കപ്പെട്ട അവസ്ഥയാണ് ഞങ്ങളുടെ പലരുടെയും. കർത്താവേ, ഞങ്ങൾക്കൊരു ഉയർപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.